അങ്ങനെ അലീനയെയും രേവതിയെയും കൂട്ടിയിട്ട് സിസ്റ്റർ ചിന്നുമോള് കളിക്കുന്ന സ്ഥലത്തേക്ക് വരിക കേട്ടോ. ചിന്നുമോളാണെങ്കിൽ കൂട്ടുകാരുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കളിക്കിടയിലാണ് അലീനയും രേവതിയെയും കാണുന്നത്. ആദ്യം ഒന്ന് ചിരി വരുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഭാവമൊക്കെ മാറുകയാണ്. എന്നിട്ട് ഇവരെ കണ്ട ഉടനെ അലീന അടുത്തേക്ക് അലീനയും രേവതിക്കുട്ടിയും കൂടി അടുത്തേക്ക് വരാൻ നോക്കുന്ന സമയത്ത് തന്നെ ചിന്നുമോൾ അവിടെ നിന്ന് മാറിപ്പോയി വേറെ കുറച്ച് അപ്പുറത്തേക്ക് മാറി നിൽക്കുക കേട്ടോ. ഒരു ഡോറിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടം വരികയാണ്. ചിന്നുമോൾ ഇവരെ മൈൻഡ് ചെയ്യാതെ പോയത് കണ്ടിട്ട്. രേവതിക്കുട്ടിയാണെങ്കിൽ ഓടി വന്നിട്ട് ചിന്നുമോളെ രേവതി ആൻറ്റിയാണ് മറന്നോ നീ എന്തൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ചിന്നുമോൾ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ചിന്നുമോൾ അവിടെ നിന്ന് വീണ്ടും രേവതിയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് വീണ്ടും അപ്പുറത്തേക്ക് മാറിപ്പോയി നിൽക്കുമ്പോൾ രേവതിക്കും അലീനയ്ക്കും ഭയങ്കര സങ്കടം വരികയാണ്. രേവതി വീണ്ടും പോയിട്ട് ചിന്നുമോളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ചിന്നുമോളെ ആൻറ്റിയെ മറന്നോ നീ, പിണങ്ങിയേക്കാണോ നീ, പിണങ്ങല്ലേടാ ആൻറ്റി വന്നില്ലേ, അതേ അലീന ആൻറ്റിയും വന്നു, രവി ആൻറ്റിയും വന്നില്ലേ, ഒന്ന് നോക്കടാ എന്നൊക്കെ പറയുമ്പോൾ ചിന്നുമോള് നോക്കുന്നേ ഇല്ല കേട്ടോ. അങ്ങനെ ഇപ്പോൾ രേവതിക്കുട്ടിക്ക് ഭയങ്കര സങ്കടം വരികയാണ്. രേവതിക്കുട്ടി ഓടിച്ചെന്ന് അലീനയോട് പറയുന്നുണ്ട്, ഇതേ ചേച്ചി കണ്ടില്ലേ ചിന്നുമോള് പിണങ്ങിയേക്കാണ്, നമ്മളോട് മൈൻഡ് ചെയ്യുന്നില്ല, മിണ്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറയുമ്പം അലീനയാണെങ്കിൽ കയ്യിലിരുന്ന സാധനങ്ങളൊക്കെ താഴെ വെച്ചുകൊണ്ട് ഓടിച്ചെന്ന് നമ്മുടെ ചിന്നുമോളെ ഇങ്ങോട്ട് എടുക്കുക കേട്ടോ. ചിന്നുമോളാണെങ്കിൽ എടുക്കാൻ സമ്മതിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങാനായിട്ട് നോക്കുന്നുണ്ട്. ചിന്നുമോള് ഒന്ന് നോക്കടാ, ഒന്ന് നോക്കുക അലീന ആൻറ്റി, ഒന്ന് നോക്കടാ, ഒന്ന് നോക്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറേ നേരം പറഞ്ഞതിന് ശേഷം ചിന്നുമോളൊന്ന് നോക്കിക്കൊണ്ട് അലീനയെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടവും സന്തോഷമൊക്കെ വരുന്നു. സിസ്റ്റർക്കും ഭയങ്കര വിഷമമാവുന്നുണ്ട് ഇവർ വിളിച്ചിട്ടൊന്നും ചിന്നുമോൾ മൈൻഡ് ചെയ്യാത്തത് കാരണം കേട്ടോ. അങ്ങനെ ആൻറ്റിയുടെ പൊന്നല്ലേ അങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊഞ്ചിക്കുന്നുണ്ട് അലീനയ്ക്ക്. അപ്പോൾ ഭയങ്കര സന്തോഷമാവുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി വന്നിട്ട് ആൻറ്റിയുടെ മൊത്തല്ലേടാ വാടാന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പം അലീനയുടെ കയ്യിൽ നിന്ന് രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ചിന്നുമോൾ. ആൻറ്റിക്ക് ഒരു ഉമ്മ തന്നേടാന്ന് ചോദിക്കുമ്പോൾ ഉമ്മക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി പിണങ്ങല്ലേട്ടാ, ഒരുപാട് പിണങ്ങിയോ, ഇനി വിഷമിപ്പിക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ മൂളുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീനയാണെങ്കിൽ എൻ്റെ സിസ്റ്ററെ ഈ മിഠായിയൊക്കെ ഇവിടുത്തെ കുട്ടികൾക്ക് കൊടുക്കാനാന്ന് പറയുമ്പോൾ ഇപ്പം തന്നെ കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ അതൊക്കെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പോവാണേ. അതുപോലെ ഇതേ നോക്കിയ മോൾക്ക് കൊണ്ടുവന്നാണ് ഈ പാവേ എന്ന് പറഞ്ഞിട്ട് രേവതിക്കുട്ടി ചിന്നുമോൾക്ക് ഡോളൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് രേവതിക്കുട്ടി ചിന്നുമോളെ കൊണ്ട് തന്നെ സിസ്റ്റർ മിഠായിയൊക്കെ കുട്ടികൾക്ക് കൊടുപ്പിക്കുകയാണ്. അതുപോലെ കേക്കൊക്കെ കട്ട് ചെയ്ത് കുട്ടികൾക്ക് വിതരണം ചെയ്യാം കേട്ടോ. അലീന കേക്ക് കട്ട് ചെയ്തിട്ട് ചിന്നുമോൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളെല്ലാവരും കൂടി അടുത്തേക്ക് വരുന്നുണ്ട്. ചിന്നുമോള് പറയുന്നത് എനിക്കിത് വേണ്ട, എനിക്ക് മിഠായി മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ആ കേക്ക് അടുത്തുള്ളൊരു കുട്ടിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അലീന രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട്, രേവതിക്കുട്ടി ഈ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുക, ഞാൻ ചിന്നുമോളെ കൊണ്ടുപോയി അങ്കിളിനെ ആൻറ്റിയെ കാണിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ചിന്നുമോളെയും കൂട്ടിയിട്ട് പോവുകയാണ്. അലീന ചിന്നുമോളെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. നമ്മുടെ മാമച്ചാൻ്റെയും ഗ്രേസിമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ചിന്നുമോളുടെ ചിരി കേട്ടിട്ട് ഗ്രേസിമ്മയും മാമച്ചാനും അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. ചിന്നുമോളെ കണ്ടത് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമാവും കേട്ടോ. അങ്ങനെ അലീന വന്നിട്ട് ഇതാണ് ഞങ്ങളുടെ ചിന്നുമോള് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതാരാ ആൻറ്റി എന്ന് ചോദിക്കുകയാണ് ചിന്നുമോള്. നമ്മുടെ രേവതി ആൻറ്റി ജോലിക്ക് നിൽക്കുന്ന വീട്ടിലെ പപ്പയും മമ്മിയാണെന്ന് പറയാം. പപ്പയും മമ്മിയാണോ? അതെ പപ്പയും മമ്മിയാണ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, പപ്പയ്ക്കും മമ്മിക്കും സുഖമാണോ എന്ന് ചോദിക്കുകയാണ് ചിന്നുമോള്. അപ്പോൾ സുഖാണിടി ചക്കര എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷമാവട്ടെ. ഗ്രേസിമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. കുഞ്ഞിനെ എടുത്തുകൊണ്ട് മടിയിൽ വെക്കുകയാണ്. അപ്പോൾ സുഖാണിടി ചക്കര എന്ന് പറയണം. അപ്പോൾ പപ്പയ്ക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ മാമച്ചായനോട്. അതേ സുഖമാണ് മോളെ എന്ന് പറയണം. മോൾക്ക് ഇവിടെ സുഖമാണോ ചോദിക്കുമ്പോൾ അതേ എന്ന് പറയാം കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, പപ്പയും മമ്മിയും ഉണ്ടല്ലോ ഇന്ന് പോകണ്ട കേട്ടോ, നാളെ പോയാൽ മതി, നാളെ പോയാൽ മതി എന്ന് പറയണേ. അയ്യോടി, അപ്പോൾ നാളെ പോവാനോ, ഒരുപാട് നാളെ പോയാലും ഇങ്ങനെ ശരിയാവുക. അപ്പോൾ പറയുന്നത്, എന്നാലേ അലീന ആൻറ്റിയും രവി ആൻറ്റിയും കൊണ്ടുപോകണ്ട കേട്ടോ, അവരിവിടെ നിന്നോട്ടെ എന്ന് പറയണേ. അയ്യോ അപ്പോൾ അവർക്ക് വിശക്കില്ലേടി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചോറ് കൊടുക്കാം എന്ന് പറയണേ, ഞാൻ ഉടുപ്പും മേടിച്ചു കൊടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രേസമ്മ അലീനയോട് പറയുന്നുണ്ട്, അലീനെ നിനക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ, നിനക്ക് ഇവള് ചോറും തരും, ചിലവിനൊക്കെ തരും, ഉടുപ്പൊക്കെ മേടിച്ച് തരും കേട്ടോ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണേ. ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യണം, നിൽക്കണോ പോകണോ എന്ന് മാമച്ചായി ചോദിക്കുമ്പോൾ നിൽക്കണ്ട പൊയ്ക്കോ എന്ന് പറയണേ. അയ്യോടി ഞങ്ങൾ പറഞ്ഞയച്ചിട്ട് അലീനേൻ്റെയും രവതി കുട്ടിയുടെയും കൂടെ നിനക്കിവിടെ അടിച്ചു പൊളിക്കണമല്ലേ എന്ന് പറഞ്ഞ് ഗ്രേസമ്മ പറയുമ്പോൾ ചിരിക്കുക കേട്ടോ. എന്നാലേ ഞങ്ങളങ്ങനെ പോകുന്നില്ല, ഞങ്ങൾ അലീനേൻ്റെയും രേവതിയേൻ്റെയും കൊണ്ടുപോകുന്നില്ല, ചിന്നുമോളെയാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ വരില്ല എന്ന് പറയണേ. അതെന്താ നീ വരാതെ? അവിടെ നല്ല വീടുണ്ട്, കളിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട്, ഒരുപാട് പൂക്കളുണ്ട്, പക്ഷികളുണ്ട്, തോട്ടമുണ്ട്.
അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോഴും ചിന്നുമോള് പറയുന്നത് ഞാനേ പിന്നെ ഒരു ദിവസം വരാം, പിന്നെ ഒരു ദിവസം എന്ന് പറഞ്ഞ് അങ്ങനെ ഒഴിഞ്ഞു മാറണം. അവൾ ഒഴിഞ്ഞു മാറുന്നത് കണ്ടോ മാമച്ചായ, അവൾക്ക് നമ്മുടെ കൂടെ വരാൻ മനസ്സില്ല എന്ന് പറയണേ. അപ്പോൾ രേവതി ആൻറ്റിയും അലീന ആൻറ്റിയും മാത്രം മതി അവൾക്ക്, എന്നാലേ ഞങ്ങൾ രേവതി ആൻറ്റി അലീന ആൻറ്റിയെ കൊണ്ടുപോകുന്നില്ല എന്ന് പറയണം. അപ്പോൾ ചിന്നുമോള് മടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ അലീനയുടെ അടുത്തേക്ക് പോയി നിൽക്കുന്നുണ്ട് കേട്ടോ. അവളുടെ ഒരു സൂത്രം കണ്ടില്ലേ എന്നൊക്കെ ഗ്രേസമ്മ പറയുമ്പോൾ അയ്യോ അപ്പോഴേക്കും അവൾ പിണങ്ങിപ്പോയത് കണ്ടോ മാമച്ചായ, എന്നാലും ഞങ്ങൾ അലീനാൻ്റെയും രേവതിൻ്റെയും കൊണ്ടുപോകുന്നില്ല, അവൾക്ക് അവരെ മാത്രം മതി എന്ന് പറഞ്ഞ് ഗ്രേസമ്മ പറയുമ്പം അവിടെ നിന്നിങ്ങനെ ചിരിക്കുകയാണ് ചിന്നുമോള്. രേവതിക്കുട്ടിയാണെങ്കിൽ കുട്ടികൾക്ക് കേക്ക് കൊടുക്കുമ്പോൾ അവരോട് ഇങ്ങനെ കുശലം ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കേക്ക് വേറൊരു കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇതെല്ലാവർക്കും കൊടുത്തേക്ക് എന്ന് പറഞ്ഞ് കൊടുത്തയക്കുകയാണ്. ആ സമയത്ത് സിസ്റ്റർ ഒരു ചായയും കൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ്. രേവതിക്കുട്ടി ഇത് കുടിച്ചു നോക്ക്, ചൂടാറിയോ എന്ന് നോക്ക് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. കുഴപ്പമില്ല സിസ്റ്റർ എന്ന് പറഞ്ഞ് കുടിക്കുന്നുണ്ട്. നിനക്ക് വേണ്ടി അവിടെ വെച്ചിരുന്നതാണ്, ചൂടാറിപ്പോയോ അപ്പോൾ അലീന ചേച്ചിയോ ഒക്കെ എന്ന് ചോദിക്കുമ്പോൾ അവരൊക്കെ ചായ കുടിച്ചു എന്ന് പറയണം. അപ്പോൾ സിസ്റ്റർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ പിന്നെ കഴക്കൂട്ടത്തിന് പോയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല സിസ്റ്ററെ, നമ്മൾ വിചാരിക്കുന്ന സമയത്ത് പോകാനൊന്നും പറ്റത്തില്ലല്ലോ, ഞാനും മലീന ചേച്ചി ഇപ്പോൾ വേറെ വേറെ വീട്ടിലല്ലേ ജോലിക്ക് നിൽക്കുന്നത്, നമ്മുടെ ഇഷ്ടത്തിന് പോകാനൊന്നും പറ്റത്തില്ലല്ലോ എന്ന് പറയണം. ആ സമയത്ത് ചിന്നമോളെയും കൊണ്ട് അലീനയും ഗ്രേസമ്മയും മാമച്ചാനും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. നീ ഇവിടെ നിൽക്കുമായിരുന്നോ, പോവണ്ടേ നമുക്ക് എന്ന് ചോദിക്കുകയാണ് അലീന. അപ്പോൾ ഞാൻ എപ്പോഴേ റെഡി, ഞാൻ ഈ കൊച്ചുങ്ങളോട് വർത്താനം പറഞ്ഞ് നിന്നതാ എന്ന് പറയുന്നു. അതിനുശേഷം ചിന്നമോളെടുത്തുകൊണ്ട് കൊഞ്ചിക്കുകയാണ് രേവതിക്കുട്ടി. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശി കേട്ടോ. മുത്തശ്ശിയാണെങ്കിൽ റൂമിൽ കിടന്നിട്ട് എടി വൈജേ വൈജയന്തി എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും മാറി മാറി വിളിക്കുന്നുണ്ട്, ആരും വിളി കേൾക്കുന്നില്ല. ഇനി ആര് വിളിച്ചാലാണോ വിളി കേൾക്കുക, എല്ലാ പേരും മാറി മാറി വിളിച്ചു എന്നൊക്കെ സ്വയം പറയണം മുത്തശ്ശി. ആ സമയത്ത് ദേഷ്യപ്പെട്ടുകൊണ്ട് വൈജ അങ്ങോട്ടേക്ക് വരികയാണ്. എന്താ അമ്മേ എന്ന് ചോദിക്കുമ്പോൾ നീ എത്ര നേരെ ഞാൻ വിളിക്കുന്നു, എവിടെ പോയി കിടക്കായിരുന്നു നീ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. എനിക്കവിടെ ഒരുപാട് ജോലി ഉണ്ടമ്മേ, അമ്മ എന്തിനാ ഈ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ആ പെങ്കൊച്ച് വന്നില്ലേടി, നിങ്ങൾ ആരെങ്കിലും അതിനെ വിളിച്ചോ എന്ന് ചോദിക്കണം. ഏത് പെങ്കൊച്ച് അമ്മയെന്ന് ചോദിക്കുമ്പോൾ അലീന. അവളിനി വിളിക്കാത്ത കുഴപ്പമുള്ളൂ, അവൾ തോന്നിവാസത്തിന് ഇറങ്ങി പോയേക്കില്ലേ, തോന്നുമ്പോൾ കയറി വന്നാൽ മതിയല്ലോ, അവളുടെ അമ്മ വീടല്ലേ ഇത്. അമ്മ വീടോ, നീ എന്തൊക്കെയാണ് പറയുന്നത്? അവളുടെ പ്രവൃത്തിയും വാക്കുമൊക്കെ കണ്ടാൽ അങ്ങനെയല്ലേ തോന്നുള്ളൂ, അവളുടെ തള്ള പെറ്റിട്ട് വളർത്തിയ വീടാണെന്ന്. നീ വെറുതെ അനാവശ്യം പറയാൻ നിൽക്കണ്ട കേട്ടോ. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് മുൻപ് നീ ചിന്തിച്ച് നോക്കണം, നമ്മൾ ആരാണെന്ന് സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കണം എന്ന് മുത്തശ്ശി പറയുമ്പോൾ വൈജയ്ക്ക് ഒന്നും വല്ലാതെ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജ പറയുന്നുണ്ട് അവളുടെ ഇഷ്ടത്തിനേ ഇങ്ങനെ പോയേക്കല്ലേ എന്ന് പറയുമ്പോൾ അമ്മ എന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് ഭക്ഷണം കിട്ടിയില്ല, കിട്ടി, മരുന്ന് കിട്ടിയില്ല, കിട്ടി, പിന്നെ എന്തിനാ അമ്മയെ വിളിച്ചു പോകുന്നതെന്ന് ചോദിക്കുകയാണ്. എനിക്ക് എല്ലാം കിട്ടി, പക്ഷെ ഒന്നും നേരാൻ വണ്ണം കിട്ടിയില്ല, മര്യാദക്കല്ല കിട്ടിയത്. ആ പെങ്കൊച്ചുണ്ടായിരുന്ന സമയത്ത് എല്ലാം കറക്റ്റായിട്ട് തന്നേനെ, ഒരു അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടായേനെ എന്ന് പറയണം മുത്തശ്ശി. അപ്പോൾ അവളെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അവളെ പറഞ്ഞയക്കാനോ, അവളെ എന്തിനാ പറഞ്ഞയക്കുന്നതെന്ന് ചോദിക്കണം മുത്തശ്ശി. പിന്നെ അവളെ പറഞ്ഞയക്കാതെ അമ്മയൊന്ന് എഴുന്നേറ്റ് നിന്നാൽ മതി, അവളെ ഞാൻ ഇവിടുന്ന് പറഞ്ഞയക്കും എന്ന് പറയുമ്പോൾ എൻ്റെ കൊച്ചെ നീ എല്ലാം സഹിച്ച് അവളിവിടെ നിൽക്കുന്നില്ലേ, നിന്നെയല്ലേ സഹിക്കുന്നത് അവൾ എന്നൊക്കെ പറയുമ്പോൾ എന്നെ സഹിക്കണ്ട, എനിക്കും വയ്യ സഹിക്കാൻ അവൾ, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹിക്കണ്ട, അവളെ പറഞ്ഞയക്കാനാണ് പോകുന്നതെന്ന് വൈജ പറയുമ്പോൾ മുത്തശ്ശിക്ക് അത് വല്ലാതെ വിഷമാവുന്നുണ്ട് കേട്ടോ. എന്തിനാ അവളെ പറഞ്ഞയക്കുന്നത്, എന്തായാലും ഇവിടെ ഒരു ജോലിക്കാരി വേണ്ടേ, ആ ജോലിക്കാരി വേണം, പക്ഷെ അവളെ ഇവിടെ നിർത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് വൈജ പറയുമ്പോൾ അതെന്താടി കുഴപ്പം, അവളിവിടെ നിന്നാൽ എന്താ കുഴപ്പം, അലീനയാണെങ്കിൽ നല്ലതല്ലേ, എന്തെങ്കിലും കള്ളത്തരം ഉണ്ടോ, എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അത്രയ്ക്ക് ആത്മാർത്ഥത വേണ്ട, കുറച്ച് കള്ളത്തരമൊക്കെ ഉള്ള ആളെയാണ് എനിക്കിഷ്ടം എന്ന് പറയാം കേട്ടോ വൈജ. നീ എന്താടി ഈ പറയുന്നത്, എല്ലാ ജോലിയും ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശിയോട് പറയുന്നുണ്ട് അവൾക്ക് ആത്മാർത്ഥത കൂടി ഇത് സ്വന്തം വീടാണെന്ന് തോന്നും, പിന്നെ സ്വന്തം വീടാക്കാനുള്ള പരിശ്രമങ്ങളായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ നീ എന്തൊക്കെയാണ് വൈജി പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്തായാലും അമ്മയ്ക്ക് അറിയാലോ എനിക്ക് അവളെ വേണ്ട, ഇവിടെ ഞാൻ അവളെ വെച്ച് വാഴിക്കത്തില്ല എന്നൊക്കെ പറയണം. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അപ്പോൾ എന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മ എന്തിനിപ്പോൾ വിളിച്ചേ, അലീനയുടെയും മാഹാത്മ്യം പറയാനാണോ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ നീ ഒന്ന് അവളെ വിളിച്ചു നോക്കിയോ, അവൾ എറണാകുളത്ത് നിന്ന് പോന്നോ അതോ എത്താറായോ, ഒന്ന് വിളിച്ച് അന്വേഷിക്കണ്ടേ, നമ്മുടെ വീട്ടിൽ നിന്ന് പോയ കൊച്ചല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് അവളെക്കുറിച്ച് ഓർത്താണോ ആദ്യം, ഈ വീട്ടിലെ കുറിച്ച് ഉള്ളവരെ കുറിച്ച് ഒരു ആദ്യമില്ലേ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശിയോട് വൈജ. എനിക്ക് അവളെക്കുറിച്ച് തന്നെയാണ് ആദ്യം എന്ന് പറയണം, എന്നാലേ അലീന തമ്പുരാട്ടി വന്ന് എല്ലാം ചെയ്തു തരുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നോ, ഇള്ള കുഞ്ഞൊന്നുമല്ലല്ലോ, പോയ പോലെ അവൾ തിരിച്ചു വന്നോളും എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് വൈജ അവിടെ നിന്ന് പോവുകയാണ്.
പിന്നീട് കാണിക്കുന്നത് രേവതിയും അലീനയും ഞങ്ങൾ പൊക്കോട്ടെ എന്ന് പറയാം കേട്ടോ, ഞങ്ങൾ പോവുകയാണ്, ഇനി പിന്നെ വരാമെന്നൊക്കെ പറഞ്ഞ് യാത്രയാവുന്നതാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട് എനിക്ക് എറണാകുളത്ത് ചെല്ലാനുള്ളതാണ് എറണാകുളത്ത് ചെന്നിട്ട് അവിടുന്ന് പാലാക്ക് പോകാനുള്ളതാണ് എന്ന് പറയുമ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട് അത് നടക്കുമെന്നൊന്നും തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ അത് ആൻറ്റിക്ക് അറിയാഞ്ഞിട്ടാണ്, ആൻറ്റിയെപ്പോലും ഒന്നുമല്ല അവിടുത്തെ മാഡം, അതെ ഇങ്ങോട്ട് വാടി എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് വാടി നിന്നെ ഞാൻ ശരിയാക്കി തരാം എന്നൊക്കെ പറയും, കത്തിയും വാക്കത്തിയും എല്ലാം കയ്യിലുണ്ട് എന്നൊക്കെ പറയാട്ടോ. അപ്പോൾ ചിന്നുമോളോട് പറയുന്നുണ്ട് ആൻറ്റി പിന്നെ ഒരു ദിവസം വരാം, മോളും ഇടുക്കി കുട്ടിയായിട്ട് ഇരിക്കണം എന്നൊക്കെ പറയാണ്. അങ്ങനെ ഗ്രേസമ്മയെ വിളിച്ചുകൊണ്ട് മാറ്റി നിർത്തിയിട്ട് രവതിക്കുട്ടി പറയുന്നുണ്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ ഡൊനേഷനായിട്ട് എന്ന് പറയുമ്പോൾ അങ്ങനെയുണ്ടോ, കൊടുക്കണം, ഇവിടെ എല്ലാവരും ഇങ്ങനെ കുട്ടികളൊക്കെ ഉള്ളതല്ലേ എന്നൊക്കെ പറയുമ്പോൾ മാമച്ചായൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഡൊണേഷൻ്റെ കാര്യം പറയണം. കൊടുക്കണോ ചോദിക്കുമ്പോൾ കൊടുക്കാം, ഇവരൊക്കെ കുഞ്ഞുങ്ങളൊക്കെ വളരണ്ടേ എന്ന് പറയണേ ഗ്രേസമ്മ. അങ്ങനെ കുറച്ച് കാശ് എടുത്തിട്ട് മാമച്ചായം കൊടുക്കുമ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട് ഞങ്ങൾ വാങ്ങിക്കുന്നില്ല, വേണ്ടാന്ന് പറയുന്നില്ല, കാരണം ആര് തന്നാലും ഞങ്ങൾ വാങ്ങിക്കുമെന്ന് പറയുമ്പോൾ മാമച്ചായം പറയുന്നുണ്ട് ഞങ്ങൾ അത്രയും പ്രതീക്ഷിച്ചൊന്നുമല്ല വന്നത്, തൽക്കാലം ഇതിരിക്കട്ടെ, ഇനി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ ഇപ്പം തന്നെ കൈ നിറച്ച് തന്നല്ലോ, തരാനുള്ള മനസ്സുണ്ടല്ലോ, അത് മതി എന്ന് പറയാണ് സിസ്റ്റർ. അപ്പോൾ രേവതിക്കുട്ടിയാണെങ്കിൽ ചിന്നമോളെ എടുത്തിട്ട് ആൻറ്റി പോയിട്ട് വരാട്ടോ, ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് മുഖത്തും കവിളിലും നെറ്റിയിലും മൂക്കിലും ഒക്കെ ഉമ്മ വെപ്പിക്കുമ്പോൾ മതിയടി നീ ഇങ്ങനെ ചെയ്യിപ്പിച്ചത് കൊച്ചിനെ കൊണ്ട് എന്ന് പറഞ്ഞ് സിസ്റ്റർ കൊച്ചിനെ വാങ്ങുന്നുണ്ട്. മോള് വാ അവർ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുകയാണ്. എന്നിട്ട് സിസ്റ്റർ പറയുന്നുണ്ട് ഇപ്പം അങ്ങനെ വിഷമമൊന്നുമില്ല, അവൾക്ക് കാര്യം മനസ്സിലായിക്കണം, പിന്നെ ഇവിടെയുള്ള കുട്ടികളോടൊക്കെ കൂട്ടാണ് എന്നും കൂടി പറയുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് ഞങ്ങൾക്കാണ് ഇപ്പോൾ വിഷമം എന്ന് പറയണം. അങ്ങനെ അലീന വന്നിട്ട് ചിന്നമോളുടെ കൈയിൻ്റെ ഉള്ളിൽ കൈവെള്ളയിൽ ഇങ്ങനെ ഉമ്മ വെക്കുമ്പോൾ അലീനയുടെ കൈയും പിടിച്ചുകൊണ്ട് കൈവെള്ളയിൽ ഉമ്മ വെക്കുക കേട്ടോ ചിന്നമോള്. ഇത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.